അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. കനത്ത മഴയെ തുടർന്ന് 10 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി എന്നീ 3 താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമാണ്. PSC നടത്താനിരുന്ന വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചു. ഇന്നും നാളെയും 6, 10 തീയതികളിലുമായി നടത്താനിരുന്ന എല്ലാ പരീക്ഷകളുമാണ് മാറ്റിവെച്ചത്. ശബരിമലയിലെ മിൽമ നെയ് വിതരണത്തിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. പ്രത്യേക കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. വിഷയം അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. ശബരിമലയിലെ നെയ് ഇടപാട് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കാൻ ദേവസ്വം മന്ത്രി K. മുരളീധരൻ ഉത്തരവിട്ടു. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ദേവസ്വം സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്ത മേഖലകൾ സന്ദർശിക്കും. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും സന്ദർശിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന സതീശൻ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലെത്തി ദുരിതബാധിതരുമായി സംസാരിക്കും. കാപ്പ കേസിൽ ജയിലിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് അനുകൂലമായി കത്തു നൽകിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര P. അരുണിമയെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി KM ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് കൂസാതെയാണ് R. സുഗതന്റെ അവധിക്ക് അനുമതി കത്ത് നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ജയിൽ മേധാവി S. ശ്രീജിത്തിന് DGPയായി സ്ഥാനക്കയറ്റം നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്നും ഹർജി പരിഗണനയിലിരിക്കെ തീരുമാനമെടുത്തത് എന്തിനെന്നും കോടതി ചോദിച്ചു. അതിതീവ്ര മഴയിൽ KSEBയുടെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വൻ നാശം. 25.43 കോടി രൂപയുടെ നാശനഷ്ടം. 2892 ട്രാൻസ്ഫോർമറുകൾ തകരാറിലായി. 6,56,770 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 349 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 2,599 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 248 ഇടങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനും 7,212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനും പൊട്ടിവീണു. 233 ട്രാൻസ്ഫോർമറുകൾ വെള്ളത്തിനടിയിലായി എന്നും KSEB അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂ ചേഞ്ചിന് അനുമതി. ഔട്ടർ ആങ്കറേജിംഗ് സൌകര്യമുള്ള രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലും ക്രൂ ചേഞ്ച് അനുവദിച്ച് ഉത്തരവിറക്കിയതോടെ വിഴിഞ്ഞത്തും ക്രൂ ചേഞ്ചിന് അനുമതി ലഭിച്ചു. ഇതോടെ സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തിന് ഏറ്റവും അടുത്താണ് വിമാനത്താവളം എന്നതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്തെ പൊതു ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളും മാതൃശിശു സംരക്ഷണ നിലവാരവും മെച്ചപ്പെട്ടതിന് 3 മെഡിക്കൽ കോളേജുകൾ, 13 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ 20 ആശുപത്രികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. പ്രളയബാധിതർക്കൊപ്പം സർക്കാരുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രളയത്തിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് അടിയന്തര സഹായം നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് തിരുവല്ല ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കവെ ചെന്നിത്തല വ്യക്തമാക്കി.
നാശനഷ്ടങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അർഹതപ്പെട്ട ഫണ്ട് ലഭ്യമാക്കാൻ കേന്ദ്രത്തെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പരാജയം മനസ്സിലാക്കി അടിമുടി തിരുത്തിന് സംസ്ഥാന സമിതിയുടെ വിപുലീകൃത യോഗത്തിന് സിപിഎം. പാർട്ടിയിൽ തിരുത്തലുകളാണ് ലക്ഷ്യമിടുന്നതെന്നും സിപിഎം തിരിച്ചുവരുമെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് അടുത്ത മാസം നടക്കുന്ന സിപിഎം വിപുലീകൃത സംസ്ഥാന സമിതിയുടെ സംഘാടക സമിതി രൂപീകരണം നിർവഹിച്ചാണ് സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമല നെയ് ഇടപാടിൽ അഴിമതി നടന്നിട്ടില്ലെന്ന അവകാശവാദവുമായി ചെയർമാൻ കെ.എസ്. മണി. മിൽമയുടെ നെയ് വേണ്ടെന്ന് ദേവസ്വം ബോർഡ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും മറിച്ച് പുറമേ നിന്ന് നെയ് വാങ്ങേണ്ടതില്ലെന്നാണ് അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറിയും അതിവേഗ റെയിൽ പദ്ധതിയും കേരളത്തിന് നഷ്ടമായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. ഇ. ശ്രീധരന്റെ പദ്ധതി തള്ളിയതും സിൽവർ ലൈനിനെ എതിർത്തതും കേന്ദ്രത്തിന് പദ്ധതികൾ റദ്ദാക്കാൻ അവസരമൊരുക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മോശം സാഹചര്യങ്ങളെ ഹൈക്കോടതി ഇടപെട്ടതിന് പിറകെ മിന്നൽ സന്ദർശനവുമായി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി 2 കെട്ടിടങ്ങളുടെയും റോഡിന്റെയും നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് അഴിമതി കേസിലെ മുഖ്യപ്രതിയും കെസിബി മുൻ ചെയർമാനുമായ ആർ നാരായണനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഭരണപരവും നിയമപരവും മാനുഷികവുമായ പരിഗണനകൾ ചൂണ്ടിക്കാട്ടി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളും മോശം ആരോഗ്യസ്ഥിതിയുമുള്ള 87-കാരനായ ആർ നാരായണൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് സർക്കാർ തീരുമാനം. തടിലോറിക്ക് പിന്നിൽ സ്കൂട്ടറിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവിനെ സാരമായ പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാവാലം സ്വദേശികളായ ശരത്ലാൽ, നിധിൻ എന്നിവരാണ് മരിച്ചത്. കാവാലം സ്വദേശി മനീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധി ദിവസം വെറുതെ കളയാതെ സർഗാത്മകമായി ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി. നായർ. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ മഴയത്ത് പുറത്തിറങ്ങരുതെന്നും ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിർദ്ദേശിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. എന്നാൽ കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം തുടങ്ങിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ കേസുകൾ പിൻവലിക്കരുത്. വിദ്യാർത്ഥികൾക്കെതിരെ അമിത അധികാരം ഉപയോഗിച്ച പോലീസുകാരെ സംരക്ഷിക്കരുത്. പ്രത്യേക അന്വേഷണത്തിന് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്നത് പരിഗണിക്കും. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. യുവജനങ്ങളുമായി സംവദിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഈ മാസം 6-ന് മുംബൈയിൽ RSS സർ സംഘചാലക് മോഹൻ ഭാഗവത് ജൻസികളുമായും ജൻ ആൽഫകളുമായും സംവദിക്കും. മുംബൈയിലെ നീത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. രാജ്യത്തെ 100-ലധികം നഗരങ്ങളിൽ നിന്നുള്ള 2000-ലധികം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ബീഹാറിലെ ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയവുമായി ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. ബിജെപിയുടെ 30 വർഷത്തെ ശക്തി കേന്ദ്രം വെറും 30 ദിവസം കൊണ്ട് താൻ തകർത്തെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ സീറ്റിൽ നേരിട്ട തിരിച്ചടി ബിജെപിയുടെ അവസാനത്തിന്റെ ആരംഭമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ വക്താവ് ഡെറിക് ഒബ്രിയാൻ. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ബങ്കിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചിരുന്നു. കാൻവർ യാത്ര നടക്കുന്നതിനാൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നു മുതൽ 12 വരെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തതിന് മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ബിജെപി. സംഭവത്തിൽ മെറ്റ അധികൃതർ പാർലമെന്ററി IT സമിതിക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിച്ചപ്പോഴാണ് ബിജെപി അംഗങ്ങൾ ഈ നിലപാടെടുത്തത്. വീഡിയോ നീക്കം ചെയ്തത് സാങ്കേതിക പിഴവുകൊണ്ടാണെന്ന് മെറ്റ വിശദീകരിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻഡി മണ്ഡലത്തിലെ MLA യശ്വന്ത് റായ ഗൌഡ പാട്ടീലും ഭദ്രാവതി MLA സംഗമേഷും സ്ഥാനം രാജിവെച്ചു. മുതിർന്ന അംഗം TB ജയചന്ദ്രയും രാജിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കാവേരി നദീജല തർക്കത്തിൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകി തമിഴ്നാട്. മഴ ലഭിച്ചിട്ടും കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവിന് അനുസൃതമായി
കർണാടകം വെള്ളം വിട്ടു നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സർക്കാർ കോടതിയെ സമീപിച്ചത്. തമിഴ്നാടിന് അർഹതപ്പെട്ട കാവേരി വെള്ളം വിട്ടു നൽകാൻ കർണാടകത്തിന് ഉടൻ നിർദ്ദേശം നൽകണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകന്റെ വിദേശത്തെ ഉന്നത പഠനത്തിന് ചെലവിട്ട പണത്തിന് സ്രോതസ് തേടിയവർക്ക് ചുട്ട മറുപടിയുമായി അഭിജിത് ദീപ്കെ. ബോസ്റ്റൺ സർവകലാശാല നൽകിയ സ്കോളർഷിപ്പ് രേഖകൾ പുറത്തുവിട്ടാണ് അഭിജിത് ദീപ്കെയുടെ മറുപടി. പാകിസ്ഥാനിൽ നിരോധിത ഭീകര സംഘടനകളിലെ അംഗങ്ങളെ ഒന്നൊന്നായി കൊല്ലുന്നത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ആണെന്ന് പിടിയിലായ ലഷ്കർ-ഇ തൊയ്ബ ഭീകരൻ. അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഭീകര സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഇല്ലാതാക്കാനാണ് ISI തന്നെ ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ഭീകരൻ പറയുന്നു. ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങൾ വേണമെന്ന് ഇറാനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് ആശയവിനിമയം എന്നുമുള്ള ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.